ദൈവശാസ്ത്രജ്ഞന്മാര് ദൈവാലയത്തിന് കൊടുക്കുന്ന സുന്ദരമായൊരു നിർവചനം ഇങ്ങനെയാണ്: എ കത്തീഡ്രൽ ഈസ് നത്തിങ് ബട്ട് ആൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ മദേഴ്സ് വൂംബ് എന്നാണ്. ദൈവാലയം എന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല, സ്വന്തം അമ്മയുടെ ഗർഭപാത്രത്തിന്റെ അല്പം വികസിതമായ രൂപം മാത്രമാണ്. ഈ ഭൂമിയിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരുന്നപ്പോൾ അനുഭവിച്ച അതേ സുഖവും സുരക്ഷിതത്വവും അനുഭവിക്കാൻ വേറൊരിടമുണ്ടെങ്കിൽ അതിനെ വിളിക്കേണ്ടുന്ന പേരാണെന്ത്? ദേവാലയം. അതുകൊണ്ട് അമ്മയുടെ ഗർഭപാത്രത്തെ എത്ര ആദരവോടെ നമ്മൾ നോക്കണോ, അതിനേക്കാൾ 10 മടങ്ങ് ആദരവോടെ പവിത്രതയോടെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഇടമാണ് ദൈവാലയം. ഈ ദൈവാലയത്തിനകത്ത് വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾക്ക്, വേദനകൾക്ക്, സങ്കടങ്ങൾക്ക്, സഹനങ്ങൾക്കൊക്കെ എന്തുമാത്രം സമാശ്വാസമാണ് ലഭിക്കുക. പറഞ്ഞു വന്നത് 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യത്തേത്, ആരാണ് വിശുദ്ധൻ? വിശുദ്ധി വിതരണം ചെയ്യുന്നവരെ വിളിക്കേണ്ടുന്ന പേരാണ് വിശുദ്ധരെന്ന്. നിന്റെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലുമൊക്കെ ചുറ്റുപാടുള്ളവരുടെ മനസ്സിലേക്ക് വിശുദ്ധിയാണോ അശുദ്ധിയാണോ പകരുന്നതെന്ന് ആത്മശോധന നടത്തണം. ഇന്നു മുതലുള്ള ജീവിതം വിശുദ്ധിയുടെ വിളനിലമായി തീരാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമുക്ക് വിനയപ്പെട്ട് പ്രാർത്ഥിക്കാം. രണ്ടാമത്തേത്, എന്തിനാണ് പെരുന്നാൾ? തിരുത്തപ്പെടേണ്ടുന്ന നാളാണ് തിരുനാൾ എങ്കിൽ ഈ പെരുന്നാളിൽ കർത്താവെ നിർമ്മലരാകേണം ഞങ്ങളെന്ന് നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കന്മാര് പ്രാർത്ഥിച്ചെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ പെരുന്നാൾ ആചരണത്തിലൂടെ നിർമ്മലത ജീവിതത്തിൽ കൈവരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണം. അവസാനത്തേത്, അമ്മയുടെ ഗർഭപാത്രത്തിന്റെ അല്പം വികസിതമായ രൂപമാണ് ദൈവാലയമെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ അനുഭവിച്ച അതേ സുഖവും സുരക്ഷിതത്വവും ഈ ഭൂമിയിൽ ഈ ദൈവാലയത്തിൽ വെച്ച് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അനുഗ്രഹീതരായ പ്രിയ ദൈവമക്കളെ, എല്ലാവർക്കും എന്നെന്നും ജീവിക്കുന്നവനായ യേശുനാഥന്റെ നിസ്തുല നാമത്തിൽ സ്നേഹത്തിൻ്റെ വന്ദനവുകളും പെരുന്നാളിൻ്റെ പ്രാർത്ഥനാ ആശംസകളും ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. അനുഗ്രഹീതമായ ഈ ഇടവക ശ്രേഷ്ഠ സഹതയായ മോർ ഗീവർഗീസ് സഹദായുടെ പരിപാവനമായ മധ്യസ്ഥതയിൽ പ്രാർത്ഥനാപൂർവം അഭയപ്പെട്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന അനുഗ്രഹീതമായ സന്ധ്യയാണല്ലോ. വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥ പ്രാർത്ഥന മുഖാന്തരം സ്വർഗത്തിലെ ദൈവം തൻ്റെ ശ്രീഭണ്ഡാരം തുറന്ന് ധാരാളമായ നന്മകൾ നൽകി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സ്നേഹപൂർവം ആശംസിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധനായ ഗീവർഗീസ് സഹദ ജീവിതത്തിൽ
നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു തമ്പുരാന്റെ ജീവിത പാതകളെ പിന്തുടർന്നു എന്നുള്ളതാണ് വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ ജീവിതത്തിൻ്റെ വിശേഷതയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു തമ്പുരാനെ കുറിച്ച് പറയുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ വാചകം ഏതാണെന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ്? അവൻ നാട് നീളെ നന്മ ചെയ്ത് നടന്നുപോയി. നാട് നീളെ നന്മ ചെയ്ത് നടന്നുപോയ അരുമനാഥന്റെ കാൽപ്പാടുകളെ അക്ഷരം പ്രതി പിന്തുടർന്ന് ഒരു നാടിൻ്റെ തന്നെ നന്മയ്ക്ക് കാരണമായി തീർന്നവനാണ് ശ്രേഷ്ഠ സഹദയായ വിശുദ്ധ ഗീവർഗീസ് സഹദ. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ MT വാസുദേവൻ നായരുടെ ശിലാലിഖിതം എന്ന് പറയുന്ന ഒരു ചെറിയ കഥയുണ്ട്. ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ. പട്ടണത്തിൽ താമസിക്കുന്ന അച്ഛൻ തൻ്റെ മകളെയും കൂട്ടി ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. ഗ്രാമത്തിലെ ഒരു മണ്ണിട്ട റോഡിലൂടെ ഈ അച്ഛൻ തൻ്റെ മകളെയും കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് വഴിയരികിലുള്ള ഒരു പൊന്തക്കാട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഞരക്കവും മൂളലുമൊക്കെ കേട്ടു. എന്താണെന്ന് അന്വേഷിക്കാൻ പോയ പൊല്ലാപ്പാകുമോ, പോലീസ് കേസ് ആകുമോ എന്നൊക്കെ ഭയന്നിട്ട് അതുവരെ നടന്നതിനേക്കാൾ അല്പം വേഗത്തിൽ തൻ്റെ മകളുടെയും കൈ പിടിച്ചുകൊണ്ട് അയാൾ ആ ഭാഗത്തേക്ക് നോക്കാതെ നടന്നു നീങ്ങി. ആ ഗ്രാമത്തിലെ ഒരു വീട്ടിലായിരുന്നു അവർ രാത്രി താമസിച്ചത്. നേരം വെളുത്തെഴുന്നേറ്റപ്പോൾ കേട്ട വാർത്ത ഇങ്ങനെയാണ്: ഗ്രാമത്തിൻ്റെ വഴിയരികിൽ വയ്യാതെ കിടന്ന ഒരു സ്ത്രീ ആരുടെയും സഹായം ലഭിക്കാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു. അരിശം പോണ്ട മനുഷ്യൻ ആത്മഗതം എന്നോണം പറഞ്ഞത് അല്പം ഉച്ചത്തിലായിപ്പോയി. ഗ്രാമമാണ് പോലും. അരമൈൽ നടന്നാൽ തൊട്ടടുത്ത അങ്ങാടിയിൽ പോയി ഒരു വൈദ്യനെ വിളിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ ആവില്ലായിരുന്നു. ആത്മഗതം അല്പം ഉച്ചത്തിലായി പോയത് കേട്ട് നിന്ന അയാളുടെ പൊന്നോമന മകൾ ചങ്കത്ത് തറയ്ക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു പോലും. ചോദ്യം എത്രയുണ്ടായിരുന്നോടോ? അപ്പയ്ക്കും ആവില്ലായിരുന്നു. അടുത്ത അങ്ങാടിയിൽ പോയി ഒരു വൈദ്യനെ വിളിച്ചുകൊണ്ട് വന്നാൽ ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാനാകുമായിരുന്നില്ലേ എന്ന് ആത്മരോഷത്തോടെ ചോദിക്കുന്ന മനുഷ്യന്റെ ചങ്കത്ത് തറയ്ക്കുന്ന ചോദ്യമാണ് മോള് ചോദിച്ചത്. എന്തായിരുന്നു? അപ്പയ്ക്കും ആവില്ലായിരുന്നു. ഈ അനുഗ്രഹീതമായ സന്ധിയിൽ ഈ ചോദ്യം നമ്മുടെ മനസ്സിലൊന്ന് ഉയരുന്നത് നല്ലതാണ്. എനിക്കും ആവില്ലായിരുന്നോ ആരുടെയെങ്കിലും ഒക്കെ ജീവൻ രക്ഷിക്കാൻ? എനിക്കും ആവില്ലായിരുന്നോ ഒരാളുടെ ജീവിതത്തിൻ്റെ എങ്കിലും കണ്ണുനീരൊപ്പാനായിട്ട്? എനിക്കും ആവില്ലായിരുന്നോ
ഏതെങ്കിലുമൊക്കെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇത്തിരി സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കുക. ഈ സന്ധിയിൽ ഈ പെരുന്നാളെ സംബന്ധിക്കുന്ന എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ആഴത്തിൽ പതിയേണ്ടുന്ന ചോദ്യമായി അടിവരയിട്ട് തന്നെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. അപ്പയ്ക്കും ആവില്ലായിരുന്നു, എനിക്കും ആവുമായിരുന്നല്ലോ. ഒരു ചെറുപ്പക്കാരൻ ചിട്ടി വിളിക്കാൻ വന്നു. വല്ലാതെ തുകയൊക്കെ താഴ്ത്തി അവൻ ചിട്ടി വിളിക്കുന്നത് കണ്ട് കൂട്ടുകാരൻ ചോദിച്ചു, എന്തിനാടാ ഇത്ര നഷ്ടത്തിന് ഈ ചിട്ടി നീ പിടിക്കണത്? അവൻ പറഞ്ഞു, വല്ലാത്ത ചൂടല്ലേടാ, ഒരു AC വാങ്ങണം. പരിഹാസത്തോടെ കൂട്ടുകാരൻ പറഞ്ഞ മറുപടി, ഇത്രയും കടം കയറ്റിയിട്ട് വേണോടാ തണുപ്പത്ത് കടന്ന് സുഖിക്കാൻ എന്ന് ആയിരുന്നു. അവൻ കൂട്ടുകാരന്റെ പരിഹാസ വാക്ക് കേട്ടെങ്കിലും വീട്ടിലേക്ക് പോയി. 2 ആഴ്ച കഴിഞ്ഞ് ഈ പരിഹാസം പറഞ്ഞ കൂട്ടുകാരൻ മറ്റവന്റെ വീട്ടിൽ എന്തോ ഒരു ആവശ്യത്തിന് ചെന്നപ്പോ ആ വീട്ടിൽ കയറി ചെന്നിട്ട് ചോദിച്ചു, എവിടെയാ? പുതിയ AC ഒക്കെ വാങ്ങി ഫിറ്റ് ചെയ്തല്ലോ, ബെഡ്റൂമിലായിരിക്കുമല്ലേ എന്ന് പറഞ്ഞ് ഇവനാ കൂട്ടുകാരന്റെ ബെഡ്റൂമിനടുത്തേക്ക് ചെന്നപ്പോ അതിനകത്ത് AC ഒന്നുമില്ല. ഇവനിത് എവിടെ വെച്ചതാണെന്ന് അല്പം ഉച്ചത്തിൽ ഇങ്ങനെ പറയുമ്പോ തൊട്ടടുത്ത മുറിയിലെ കട്ടിലിൽ നിന്ന് ഒരു നേർത്ത ശബ്ദം കേൾക്കുക, മോനെ ഇങ്ങോട്ട് വാടാ. അതാരും ആയിരുന്നില്ല, ഈ കൂട്ടുകാരന്റെ കട്ടിലിൽ കിടപ്പ് രോഗിയായി കിടക്കുന്ന വൃദ്ധനായ പിതാവിന്റെ വാക്കുകൾ ആയിരുന്നു. ഇവൻ ചെന്നപ്പോ കൂട്ടുകാരന്റെ അപ്പം പറഞ്ഞ വാക്ക് ഇങ്ങനെയാ, മോനെ ഒരുപാട് കാലായിടാ ഒന്നുറങ്ങിയിട്ട്. ഈ ചൂടത്ത് അനങ്ങാൻ മേലാതെ ഞാനിങ്ങനെ കട്ടിലിൽ കിടക്കുമ്പോ എൻ്റെ പൊന്നുമോൻ എനിക്ക് ഇന്നലെ ഒരു ഉപകാരം ചെയ്തു തന്നു. ഒരു AC വാങ്ങി എൻ്റെ മുറിയിൽ വെച്ച് തന്നു. നിനക്കറിയോ, ഒത്തിരി കാലത്തിന് ശേഷം കുഞ്ഞെ ഞാൻ ഇന്നലെ സുഖമായിട്ട് ഒന്ന് ഉറങ്ങി. TV AC-യുടെ തണുപ്പ് ആ മുറിയിൽ കിടന്ന വൃദ്ധനായ മനുഷ്യന്റെ ശരീരത്തിനല്ല ഏൽപ്പിച്ചത്, കേട്ടുനിന്ന കൂട്ടുകാരന്റെ ഹൃദയത്തെ അത് മഞ്ഞുകട്ട കണക്കെ മരവിപ്പിക്കുകയായിരുന്നു. മറ്റുള്ളവരെ ന്യായം വിധിക്കാൻ എന്തൊരു എളുപ്പാണല്ലേ. എന്തുമാത്രം നന്മയാണ് തൻ്റെ കൂട്ടുകാരൻ ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് പരിഹാസം പറഞ്ഞ കൂട്ടുകാരൻ ഓർത്തത്, എൻ്റെയും വീട്ടിലുണ്ടല്ലോ ഇതുപോലെ രോഗത്തോട് മല്ലടിക്കുന്ന എൻ്റെ അപ്പനും അമ്മയും. ഒരു AC ഒന്നും വാങ്ങി ഫിറ്റ് ചെയ്യേണ്ടായിരുന്നു. ഒരു വിശറി വാങ്ങിയിട്ട് ഒരിക്കൽ പോലും അവർക്കൊന്ന് വീശിക്കൊടുക്കാൻ പോലും കഴിയാത്ത ഞാനാണല്ലോ എൻ്റെ കൂട്ടുകാരനെ പരിഹാസത്തിൻ്റെ കുത്തുവാക്കുകൾ കൊണ്ട് നൊമ്പരപ്പെടുത്തിയതെന്ന് അവനിങ്ങനെ വല്ലാതെ വേദനിക്കുക. സ്നേഹമുള്ളവരെ, ഞാൻ ഒട്ടും ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുതമ്പുരാൻ നാടുനീളെ നന്മ ചെയ്ത് നടന്നുപോയി. ഇന്ന് നമ്മൾ ആരുടെ പെരുന്നാൾ ആഘോഷിക്കുന്നുവോ ആ ശ്രേഷ്ഠ സഹതയായ ഗീവർഗീസ് സഹത ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ ജീവൻ വെടിയാൻ തയ്യാറായ വിശുദ്ധനായ ശ്രേഷ്ഠ സഹതയാണ്. ഈ സന്ധിയിൽ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ഒരു ചോദ്യം ഉയരണം. MT വാസുദേവൻ നായർ തൻ്റെ കഥാപാത്രത്തെ കൊണ്ട് അച്ഛനോട് ചോദിപ്പിച്ച ചോദ്യം, അപ്പയ്ക്കും ആവില്ലായിരുന്നു.
ആവുമായിരുന്നില്ലേ എനിക്ക് എൻ്റെ അപ്പനും അമ്മയ്ക്കും ആശ്വാസമായിത്തീരാൻ, എൻ്റെ ജീവിത പങ്കാളിക്ക് ആനന്ദം പകർന്നു കൊടുക്കാൻ, എൻ്റെ മക്കൾക്ക് സന്തോഷം സമ്മാനിക്കാൻ, എൻ്റെ ചുറ്റുപാടിന് ഒരുപാട് നന്മകൾ ചെയ്യാൻ. ഈ അനുഗ്രഹീതമായ സന്ധ്യ ജീവിതത്തിൽ നന്മ ചെയ്യുന്ന നല്ല മനുഷ്യരായി മാറ്റപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധൻ്റെ മധ്യസ്ഥത ആയതിന് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും നന്മകളും അനുഗ്രഹങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അനുഗ്രഹീതമായ ഈ ഇടവക കാവൽ പിതാവായ ശ്രേഷ്ഠ സഹദ മോർ ഗീവർഗീസ് സഹദായുടെ പരിപാവനമായ മധ്യസ്ഥതയിൽ പ്രാർത്ഥനയോടും നോമ്പോടും കൂടെ അഭയപ്പെട്ട് പെരുന്നാൾ ആചരിക്കുന്ന അനുഗ്രഹീതമായ ദിവസമാണല്ലോ. വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥ പ്രാർത്ഥന മുഖാന്തരം സ്വർഗത്തിലെ ദൈവം തൻ്റെ ശ്രീഭണ്ഡാരം തുറന്ന് ധാരാളമായ നന്മകൾ നൽകി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സ്നേഹപൂർവം ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ അനുഗ്രഹീതമായ ദേവാലയം വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ ആചരിക്കുന്ന ഈ ദിവസത്തിൽ 3 കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് വേഗത്തിൽ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ആദ്യത്തേത്, ആരാണ് വിശുദ്ധൻ എന്നതും. രണ്ടാമത്തേത്, എന്തിനാണ് പെരുന്നാൾ എന്നതും. മൂന്നാമത്തേത്, എന്താണ് ദൈവാലയം എന്നുള്ളത്. ആരാണ് വിശുദ്ധൻ എന്ന ചോദ്യത്തിന് അനേക ഉത്തരങ്ങൾ ഒരുപക്ഷേ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഉള്ളിൽ ഉണ്ടായേക്കാം. എന്നാൽ ഏറ്റവും ലളിതവും എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടതുമായ നിർവചനം ഇങ്ങനെയാണ്: വിശുദ്ധി വിതരണം ചെയ്യുന്നവർ ആരോ അവരെയാണ് വിശുദ്ധർ എന്ന് വിളിക്കേണ്ടത്. വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പെരുന്നാൾ ആഘോഷിക്കാൻ മാത്രം വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. മറിച്ച് ആ വിശുദ്ധ സഹദായെ പോലെ ഒരു വിശുദ്ധനും വിശുദ്ധയുമായി തീരാനുള്ള ദൈവവിളി കൂടെ ലഭിച്ചവരാണെന്ന് മറന്നു പോകരുത്. ഒരു നിമിഷം മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കണം. ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ വിതരണം ചെയ്യുന്നത് വിശുദ്ധിയാണോ അതോ അശുദ്ധിയാണോ എന്നുള്ളതായ ആത്മശോധന. അസ്തിത്വ ചിന്തകനായ സോറൻ കീർക്കഗാർഡിൻ്റെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: ആസ് എ ക്രിസ്ത്യൻ, ആർ യു സ്പ്രെഡിങ് ഗോസ്പൽ ഓർ ഗോസിപ്പ്? ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നീ നിന്റെ ചുറ്റുപാട് പരത്തുന്നത് സുന്ദരമായ സുവിശേഷമാണോ അതോ പാപപങ്കിലമായ പരദൂഷണമാണോ എന്ന് ചിന്തിക്കണം. ഇന്നത്തെ കാലത്ത് മനുഷ്യന്
ശാരീരിക ആരോഗ്യം എത്ര കാലം ഉണ്ടാകും എന്നൊന്നും പറയാൻ പറ്റില്ല. കോവിഡ് വന്ന കാലത്ത് കോവിഡിനെ ആയിരുന്നു നമ്മൾ പേടിച്ചതെങ്കിൽ ഇപ്പം നമ്മളെ പേടിക്കുന്നത് കോവിഡിൻ്റെ പേരിലെടുത്ത വാക്സിനെയാണ്. ഈ കാലഘട്ടത്ത് ശാരീരിക ആരോഗ്യം നമ്മുടെ ആരുടെയും കൈപ്പിടിയിൽ ഒതുങ്ങാതെ നിൽക്കുന്ന ഒരു വല്ലാത്ത കാലാണ്. ഈ കാലത്ത് നിർബന്ധമായും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടുന്നത് ഒരു മാനസികമായ ആരോഗ്യമാണ്. എന്തിൻ്റെയൊക്കെ പേരിലാണ് ഇന്ന് മനുഷ്യർ മറ്റുള്ളവരുടെ മനസ്സമാധാനം കെടുത്തിക്കളയുന്നത്? ഉള്ളതും ഇല്ലാത്തതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ട് എത്രയോ പേരുടെ ജീവിതത്തിൻ്റെ മനസമാധാനത്തെയാണ് തകർക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടുന്നത് ആവശ്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവെക്കുന്നത്, ഞാൻ കമന്റ് ചെയ്യുന്നത്, ഞാൻ പോസ്റ്റ് ഇടുന്നതൊക്കെ മറ്റാരെയും അല്ല വെളിപ്പെടുത്തുന്നത്, മറിച്ച് ഞാൻ ആരാണ് എന്നുള്ളത്. സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുന്നത് പഴയ പബ്ലിക് ടോയ്ലറ്റ് പോലെയാണെന്നാണ്. ആർക്കും എന്തു എഴുതാം, ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥ. ആർക്കും എന്തും എഴുതാം, ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന് കരുതി എഴുതുമ്പോൾ ആലോചിക്കേണ്ടുന്ന കാര്യം, എഴുതുന്നത് നിന്നെ തന്നെയാണ് ലോകത്തിന് വെളിപ്പെടുത്തുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആസ് എ ക്രിസ്ത്യൻ, ആർ യു സ്പ്രെഡിങ് ഗോസ്പൽ ഓർ ഗോസിപ്പ്? ആരാണ് വിശുദ്ധൻ? വിശുദ്ധി വിതരണം ചെയ്യുന്നവരാണ്. ഈ പെരുന്നാൾ കഴിയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ഒരു സ്നേഹശാഠ്യം ഉണ്ടാകണം. എൻ്റെ ചുറ്റുപാട് വിശുദ്ധി വിതരണം ചെയ്യാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ദൃഢപ്രതിജ്ഞ ചെയ്യും. രണ്ടാമത്തേത്, എന്തിനാണ് പെരുന്നാൾ എന്നുള്ളതാണ്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട ദിവസമെന്നും അനുഗ്രഹീതമായ ദിവസമെന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. കത്തോലിക്ക സഭയിലെ ദൈവമക്കൾ പെരുന്നാളിന് പറയുന്ന പേരാണ് തിരുനാൾ എന്നുള്ളത്. തിരുനാൾ എന്ന പദത്തിന് അടുത്ത കാലത്ത് കേട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട നിർവചനം ഇങ്ങനെയാണ്: തിരുത്തപ്പെടേണ്ടുന്ന നാളാണ് പോലും തിരുനാൾ എന്നുള്ളത്. ഈ പെരുന്നാൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ തിരുത്തലുകൾ വരുത്തണോ ആ എല്ലാ തിരുത്തലുകളും വരുത്താൻ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ പുണ്യപ്പെട്ട പിതാക്കന്മാര് ഇങ്ങനെയാണല്ലോ പ്രാർത്ഥിച്ചത്: ഈ പെരുന്നാളിൽ കർത്താവേ നിർമ്മലരാകേണം ഞങ്ങൾ. ഈ പെരുന്നാൾ ജീവിതത്തെ കുറച്ചുകൂടെ നിർമ്മലീകരിക്കാനുള്ള, കുറച്ചുകൂടി വിമലീകരിക്കാനുള്ള വിശേഷപ്പെട്ട ദിവസമായിട്ട് മാറ്റിവെക്കണം. മൂന്നാമത്തേത്, എന്താണ് ദൈവാലയം എന്നുള്ളത്? ദൈവശാസ്ത്രജ്ഞന്മാര് ദൈവാലയത്തിന് കൊടുക്കുന്ന സുന്ദരമായൊരു നിർവചനം ഇങ്ങനെയാണ്: എ കത്തീഡ്രൽ ഈസ് നത്തിങ് ബട്ട് ആൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ മദേഴ്സ് വൂംബ് എന്നാണ്. ദൈവാലയം എന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല, സ്വന്തം അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ അല്പം വികസിതമായ രൂപം മാത്രമാണ് പോലും. ഈ ഭൂമിയിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരുന്നപ്പോൾ അനുഭവിച്ച അതേ സുഖവും സുരക്ഷിതത്വവും അനുഭവിക്കാൻ
വേറൊരിടമുണ്ടെങ്കിൽ അതിനെ വിളിക്കേണ്ടുന്ന പേരാണെന്ത്? ദേവാലയം. അതുകൊണ്ട് അമ്മയുടെ ഗർഭപാത്രത്തെ എത്ര ആദരവോടെ നമ്മൾ നോക്കണോ, അതിനേക്കാൾ 10 മടങ്ങ് ആദരവോടെ പവിത്രതയോടെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഇടമാണ് ദൈവാലയം. ഈ ദൈവാലയത്തിനകത്ത് വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾക്ക്, വേദനകൾക്ക്, സങ്കടങ്ങൾക്ക്, സഹനങ്ങൾക്കൊക്കെ എന്തുമാത്രം സമാശ്വാസമാണ് ലഭിക്കുക. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു വന്നത് 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യത്തേത്, ആരാണ് വിശുദ്ധൻ? വിശുദ്ധി വിതരണം ചെയ്യുന്നവരെ വിളിക്കേണ്ടുന്ന പേരാണ് വിശുദ്ധരെന്നുള്ളത്. നിന്റെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലുമൊക്കെ ചുറ്റുപാടുള്ളവരുടെ മനസ്സിലേക്ക് വിശുദ്ധിയാണോ അശുദ്ധിയാണോ പകരുന്നതെന്ന് ആത്മശോധന നടത്തണം. ഇന്നു മുതലുള്ള ജീവിതം വിശുദ്ധിയുടെ വിളനിലമായി തീരാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമുക്ക് വിനയപ്പെട്ട് പ്രാർത്ഥിക്കാം. രണ്ടാമത്തേത്, എന്തിനാണ് പെരുന്നാൾ? തിരുത്തപ്പെടേണ്ടുന്ന നാളാണ് തിരുനാൾ എങ്കിൽ ഈ പെരുന്നാളിൽ കർത്താവെ നിർമ്മലരാകേണം ഞങ്ങളെന്ന് നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കന്മാര് പ്രാർത്ഥിച്ചെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ പെരുന്നാൾ ആചരണത്തിലൂടെ നിർമ്മലത ജീവിതത്തിൽ കൈവരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണം. അവസാനത്തേത്, അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ അല്പം വികസിതമായ രൂപമാണ് ദൈവാലയമെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ അനുഭവിച്ച അതേ സുഖവും സുരക്ഷിതത്വവും ഈ ഭൂമിയിൽ ഈ ദൈവാലയത്തിൽ വെച്ച് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിൽ വിനയത്തോടെ, വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ പങ്കുചേർന്ന് ഈ പരിശുദ്ധമായ പെരുന്നാൾ നമ്മുടെ ജീവിതത്തിൻ്റെ നവീകരണത്തിന് കാരണമായി തീരുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകൾക്ക് മുഖാന്തരമായി തീരുവാൻ തക്കവണ്ണം, നമ്മുടെ നാടിൻ്റെ ക്ഷേമത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഏത് നല്ല ഉദ്ദേശത്തോടും ആഗ്രഹത്തോടും കൂടെ ഈ പെരുന്നാൾ ഏറ്റുനടത്തുന്നുവോ ആയതിന് 100, 60, 30 മേനിയായി ദൈവം തമ്പുരാൻ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ആദ്യമായി ഈ പരിശുദ്ധ ദൈവാലയത്തിൽ വരുവാനും വിശുദ്ധ ബലിയർപ്പിക്കുവാനും ഭാഗ്യം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആയതിന് അനുവാദം നൽകിയ അഭിവന്യ ഇടവക മെത്രാപ്പോലീത്ത തിരുമനസ്സിനോടും അവസരമൊരുക്കിയ ആദരണീയനായ വികാരിയച്ഛനോടും ഭരണസമിതി അംഗങ്ങളോടും ദൈവമക്കളായ നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുമ്പോൾ എൻ്റെ ആത്മസ്നേഹിതനായിരിക്കുന്ന പ്രിയപ്പെട്ട ബേസിൽ ഈ പെരുന്നാൾ വഴിപാടായി ഏറ്റുനടത്തുന്നതിനോട് ചേർന്നാണ് ഞാനും ഈ ദേവാലയത്തിൽ വരുവാൻ ഇടയായിത്തീർന്നത്. ആ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരോടുമുള്ള ഹൃദയപൂർവമായ നന്ദിയും സ്നേഹവും അറിയിച്ച് വാക്കുകൾ നിർത്തുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ബലഹീനനായ എന്നെയും കൂടി ഓർക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഭക്തർ പുകഴ്ച ഭാജനമേ മറിയാമിൻ സ്മരണ
ദൈവ പ്രസവിത്രീ കന്യകമറിയാമേ ഉയരും നോയാലേ സുഖപരിമളധൂപം മുറിയോരാകി മേലയിലുവാതാരേ തേടരുതേ മാതാവേ നർത്തനയെ ഞങ്ങളിലാഗ്രത തോന്നിടാൻ ഏകാത്മജനോട് കാരുണ്യവാനായ കർത്താവേ, നിന്റെ കരുണാവാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ശരണം നിന്നിലാകുന്നു. ഞങ്ങൾ ലജ്ജിച്ചു പോകരുതേ. നീ മൂലം ഞങ്ങൾ സർവ്വദുഃഖങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ച് വീണ്ടുകൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നീയാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങൾ നിന്നെ ശരണമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് ശേഷം കോപിക്കുകയും അരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ മാലിന്യങ്ങളെയും കുറവുകളെയും ഓർക്കുകയും അരുതേ. എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം കരുണയാലും മനോഗുണത്താലും ഞങ്ങളെ ഓർത്തുകൊള്ളുകയും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവൃത്തിയുമാകുന്നുവല്ലോ. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടുമിരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്യക മറിയാമിന് തിരുസന്നിധിയിൽ അപേക്ഷ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയും ഉള്ളതുകൊണ്ട് ശുദ്ധിമതിയായ അമ്മയുടെ മധ്യസ്ഥതയാലും മോർഗീവർഗീസദായുടെയും മോറാദായും മോറബഹായി പിതാക്കന്മാരുടെയും പ്രാർത്ഥനയാലും ഉത്തമനായുള്ളോവേ, ദയതോ നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. മഹാപരിശുദ്ധ സ്ഥലത്ത് സർവവിശുദ്ധന്മാരെക്കാളും ഉപരിയായി സ്ഥിതി ചെയ്യുന്നവനായ വചനമാം ദൈവത്തെ പ്രസവിച്ച വെടിപ്പുള്ളവളും സകലത്തിലും മാത്രമുള്ളവളുമായ മാതാവേ, ഇപ്പോൾ അടിയങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. നിന്റെ അടുക്കൽ അപേക്ഷിക്കുന്നവരായ എല്ലാവരെയും സർവ്വവിധ ദുഃഖങ്ങളിൽ നിന്നും വീണ്ടുകൊള്ളുകയും വരുവാനിരിക്കുന്ന എല്ലാ പ്രതിക്രിയയിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യണമേ. കരുണയുടെ വാതിലും സകല നന്മകളുടെയും ഭണ്ഡാരവും തന്നോട് യാചിക്കുന്നവരുടെ യാചനകളെ നിരസിക്കാത്തവളും തന്നോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവളുമായ ഞങ്ങളുടെ നാഥയാകുന്ന കന്യകയെ, ബലഹീനരായി ഞങ്ങളെ സഹായിക്കുന്നതിന് നിന്റെ വിശുദ്ധിയോടും നന്മയോടും അടിയങ്ങൾ അപേക്ഷിക്കുന്നു. മാതാവേ, നിന്റെ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ
ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കറകളെ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ നിർമ്മലമാകണമേ. ഞങ്ങളുടെ ചിന്തകളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കണമേ. ഞങ്ങളുടെ ഒടുവഴികളെ നേരെയാക്കണമേ. ഞങ്ങളുടെ നടപ്പുകളെ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കപ്പെടണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ അരകളെ മുറുക്കി ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ താങ്ങണമേ. ഞങ്ങളുടെ യുവാക്കളെ പരിപാലിക്കണമേ. ഞങ്ങളുടെ പൈതങ്ങളെ വളർത്തണമേ. ഞങ്ങളുടെ സമീപസ്ഥരെ കാത്തുകൊള്ളുകയും ദൂരസ്ഥരെ സമാധാനത്തോടെ വസിപ്പിക്കുകയും ചെയ്യുമാറാക്കണമേ. ബലഹീനന്മാർക്ക് കരുണ ലഭിക്കുകയും പാപികളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കപ്പെടുകയും ചെയ്യണമേ. അമ്മേ, യോഗ്യതയേറിയ നിന്റെ വെടിപ്പുള്ള പ്രാർത്ഥന മുഖാന്തരം പരിഭാഗതയുള്ള സ്ത്രീകളെ കാത്തുകൊള്ളണമേ. എത്ര പ്രാപിച്ചവരായ വിശ്വാസികളായി മരിച്ചുപോയവർ കരുണ ലഭിക്കുമാറാകണമേ. ദുരാഗ്രഹികളായ മനുഷ്യരുടെ ദുഷ്ടതാടിയങ്ങളിൽ നിന്നും അകന്നു പോകണമേ. കരുണയില്ലാത്ത ജാതികളിൽ നിന്നും ഞങ്ങളെ വീണ്ടുകൊള്ളണമേ. സഭയും അവളുടെ മക്കളും പൊതുവായി മറച്ചുകൊള്ളപ്പെടണമേ. നിന്നിൽ അഭയം പ്രാപിക്കുന്ന മിശിഹായുടെ ജനം സംരക്ഷിക്കപ്പെടണമേ. നിന്റെ വെടിപ്പിന് ഈ അപേക്ഷ സമർപ്പിക്കുകയും ശ്രേഷ്ഠവും പ്രശസ്തവുമായ പരിശുദ്ധവും ഭാഗം നിൽക്കുകയും ചെയ്യുന്ന എല്ലാവരിൽ നിന്നും ദോഷികളായവരുടെ ദൃഷ്ടികളെ പിന്തിരിപ്പിക്കണമേ. അവരുടെ അപേക്ഷകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും കൈക്കൊള്ളപ്പെടണമേ. നിന്റെ കരുണയാകുന്ന കോട്ടയില്ലായ്പ്പോഴും അവരെ ചുറ്റിക്കൊള്ളുമാറാകണമേ. നിന്റെ ശുദ്ധതയുടെ തിരശ്ശീല അവരെ മറക്കുകയും അവർ കുറ്റമില്ലാത്തവരായി തീരുകയും ചെയ്യണമേ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതകളിൽ നിന്നും അവരെ രക്ഷിക്കുമാറാകണമേ. അവരെയും ബലഹീനരായ ഞങ്ങളെയും സകല മേൽപ്പെട്ടക്കാരെയും പെട്ടക്കാരെയും സിംഹാസന്മാരെയും ശുശ്രൂഷകരെയും ഒരുങ്ങി വന്നിരിക്കുന്ന ജനങ്ങളെയും കാത്തുകൊള്ളണമേ. നാം 3 പ്രാവശ്യം കുരിയേലായിസോനെന്ന് അട്ടസിച്ചു ചൊല്ലണം. കുരിയേലായിസോ, കുരിയേലായിസോ, കുരിയേലായിസോ. രക്ഷകനാം മശിഹാ, ഞങ്ങൾ തൻ സൃഷ്ടാവാം ദേവാ, ദയ ചെയ് ഞങ്ങൾ മേൽ നിൻ മാതാ യാചന മൂലം പൈശാചിക ചതിയിൽ നിന്നങ്ങൾ കേൾക്കണമേ മോത്തി. ദോർസേനാവലിയിൽ നിന്നും നീ രക്ഷിക്കണമേ. നിന്ദാസർ ഞങ്ങൾ നാദാ തൃക്കൈയിൽ വാചിപ്പേൻ കൃപയെ നീയല്ലാതില്ലാരും. ഏകണമേ പുണ്യം മോചനവും നിന്നടിയങ്ങൾക്കായി. പൂർണ്ണശാന്തിയുമേ ഹൃദരായോ അരുളിയിടണമേ. കുരിയേലായിസോ, കുരിയേലായിസോ, കുരിയേലായിസോ. നാദാ കൃപ ചെയ്തിടണമേ. നാദാ കൃപ ചെയ്തിടണമേ. നാദാ കൃപ ചെയ്തിടണമേ. നാദാ കൃപ ചെയ്യണമളിവാ. നാദാ കൃപ ചെയ്യണമളിവാ. നാദാ കൃപ ചെയ്യണമളിവാ. നാദാ ഉത്തരമരുളണമേ. നാദാ ഉത്തരമരുളണമേ. നാദാ ഉത്തരമരുളണമേ. ശുഭഹോലോകുമോരാ, ശുഭഹോ
ശുഭബോലോ സാബറ ലബോലം ബാരേക്കുമോ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെടുകളാകുന്നു. നിങ്ങളുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെടുവാനാകുന്നു. ദേവമാതാവായ സനിമത്രയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിന്റെ വേശ്യണമേ. ആമേൻ. നയവാൻ പന പോലെ തളർത്തിടുമേ. ഹല്ലേലൂയ. വളരും അവൻ ലബനോൻ കാരകിൽ പോൽ. തഴിച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോ. ബഹോല ബോല ബറോൽ റോഹോ കാദീശോ. ബോലം വാദാമിൽ ബോലം ബുൽമീരാമി. ഒരു ബോലിംഗം മോർഗി വറുകി സദാ. മേലും നിന്നോർമ്മ ഉദകണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനിച്ചോർക്കായി. നാം എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. കാന്യവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മനുഷ്യരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ അർപ്പിക്കുവാനടി ഞങ്ങൾ അർഹരായി തീരണമേ. ബാറക്കുമോർ മോർ ഗീവർഗീസ് സഹദായുടെ ഓർമ്മയെ സ്വർഗത്തിലും ഭൂമിയിലും ശ്രേഷ്ഠമാക്കുകയും അദ്ദേഹത്തിന്റെ അസ്ഥികളിൽ നിന്ന് രോഗബാധിതർക്ക് സഹായങ്ങൾ ഒടുക്കി കൊടുക്കുകയും ചെയ്ത കർത്താവിന് ഈ സമയത്ത് സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയോടെ യോഗ്യമാകുന്നു. ബർഗ്മോർ സൗന്ദര്യ ശ്രേഷ്ഠനായ മോർ ഗീവർഗീ സഹദ ഹൃദയപൂർവമായ സ്തോത്രങ്ങളോടും വിശുദ്ധാത്മാ കീർത്തനങ്ങളോടും കൂടി ഞങ്ങൾ നിന്നെ പുകഴ്ത്തി മഹാസന്തോഷത്തോടുകൂടി പറയുന്നു. സഹായങ്ങളുടെ സമുദ്രവും വൈദ്യത്തിന്റെ നല്ല ഉറവിടവും ബലഹീനതയ്ക്ക് സഹായം നൽകുന്നതിനുമായ മോർ ഗീവർഗീ സഹദ നീ ഭാഗ്യവാനാകുന്നു. യെരമിയായ ശമൂവേലിനെ പോലെ ഉദരത്തിൽ വെച്ച് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാനായ മോർ ഗീവർഗീ സഹദ നീ സൗഭാഗ്യശാലിയാകുന്നു. തന്റെ നാഥന്റെ ശ്രീഭണ്ഡാരത്തിന്റെ മേൽ വിചാരകനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മോർ ഗീവർഗീ സഹദ നീ ഭാഗ്യവാനാകുന്നു. ഇപ്പോൾ അങ്ങയുടെ പ്രാർത്ഥനകൾ മൂലം യുദ്ധങ്ങൾ നീങ്ങിപ്പോവുകയും കലഹങ്ങൾ ശാന്തമാവുകയും തർക്കങ്ങൾ ശമിക്കുകയും കോപവടികൾ നീങ്ങിപ്പോവുകയും രോഗികൾ സുഖം പ്രാപിക്കുകയും ബലഹീനന്മാർക്ക് ശക്തി ലഭിക്കുകയും നിർമ്മലന്മാർക്ക് ബലമുണ്ടാകുകയും ദുഃഖത്തിലും വിലാപത്തിലും സ്ഥിതി ചെയ്യുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയും പിശാചുക്കൾ ബഹിഷ്കരിക്കപ്പെടുകയും പരീക്ഷകൾ മാറ്റപ്പെടുകയും കടങ്ങൾ പരിഹരിക്കപ്പെടുകയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും വിശ്വാസികളായ മരിച്ചുപോയവർക്ക് ഊർസ്ലേമിയ ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യുമാറാകണമേ. നിനക്ക് ശക്തിയും ശ്രേഷ്ഠതയും നൽകിയ കർത്താവിന് ഞങ്ങൾ എപ്പോഴും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ വബകുലസ് ബലോൽ മീൻ ബാറക്കുമോർ Manalohan nakamelos damesh bakana tage utrayon almelolam walme. പ്രാർത്ഥനയിൻ സമയമേതല്ലോ മോർഗി വറുകി പടി നിൻ കോട്ട തലയായി തമിഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ നാടുകളെ മൂശേ പോൽ കൈവാണം പറക്കുമോ ബോല ബറോൽ റോഹോ കാദീശോ നിന്നെ വരിച്ചൊരു താതന്നു
നിന്നോർമ്മയെ ബഹുമാനിച്ച സുതരും സ്തോത്രം നിന്നെ മുടി ചൂടിയിടുന്ന റൂഹ നിൻ പ്രാർത്ഥന കൃപയേറ്റേറ്റ് ഞങ്ങൾക്കെന്നും മുറിയോരാകന്മേലെഴുവാതാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാൽ അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിടാം. തമ്പുരാനപ്പെട്ട അമ്മയുടെയും പരിശുദ്ധനായ മാർ ഗീവർഗീസ് സഹദായുടെയും പരിഭാവനമായ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് തന്റെ മാതാവിന്റെയും വിശുദ്ധന്റെയും മധ്യസ്ഥ പ്രാർത്ഥന മുഖാന്തരം വാഴ്ത്തി അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ.